രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റിയാണോ ഈ ആരോപണം? ഇത് ഏറ്റവും ഒടുവിൽ ഇദ്ദേഹത്തിൽ നിന്ന് എപ്പോഴാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നത്? ഏറ്റവും ഒടുവിൽ വന്നത് ഫെബ്രുവരി സമയത്തായിരുന്നു. ഈ വർഷം. അപ്പോൾ ഈ വർഷവും സമാനമായി, അതായത് 3 വർഷം മുമ്പുണ്ടായിരുന്ന അതേ ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു ആൾക്ക് ഈ വർഷം. അതെ, എങ്ങനെയെങ്കിലും പതിയെ അയാളുടെ ഇംഗിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ പല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക, സൗഹൃദത്തിൽ സംസാരിക്കുക, എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം, നമ്മൾ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് എത്തിച്ച് ആ വ്യക്തിയുടെ ഒരു പ്രൈവറ്റ് ഇതിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നിട്ടുണ്ട്. ഈ ഫെബ്രുവരിയിലും ഇതേ രീതിയിൽ തന്നെയാണോ നേരിട്ട് കാണാമെന്ന് പറഞ്ഞാണോ? ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റ് ഇടുന്നുകൊണ്ടായിരുന്നു വീണ്ടും ഉണ്ടായിരുന്നു. ഈ ഇന്റർവ്യൂവിൽ ഇത് പറയാൻ കാരണമേ കൂടുതൽ ഇപ്പോൾ പിന്നീട് പറഞ്ഞത് കൂടുതൽ വിക്ടിംസ് ഉണ്ട് എന്ന തിരിച്ചറിവൊക്കെ വന്നപ്പോഴാണോ? അതെ, ഞാൻ ആദ്യ സമയങ്ങളിൽ ഞാൻ അങ്ങനെ ഇതൊരു ചെറിയ കാര്യമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം ചില പുരുഷന്മാരൊക്കെ ഇങ്ങനെ സ്ത്രീകളോട് ചിലപ്പോൾ ഇങ്ങനെ പറയുന്നതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് നമ്മൾ ആരും കാണുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാനിത് ഉപദേശിച്ചും വയർ ചെയ്തും ഒക്കെ അങ്ങനെ നിർത്തി ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ പിന്നീട് ഇത്തരം വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഈ പറഞ്ഞ പോലെ ഹാബിച്വൽ ഒഫൻഡർ ആണ്. ഈവൻ പ്രസ്ഥാനത്തിൻ്റെ അകത്തുള്ളവർക്ക് പോലും ഈ പ്രശ്നങ്ങളുണ്ട്, അതിനകത്തുള്ള സ്ത്രീകൾക്ക് പോലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ആരും ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാനൊരു വാക്ക് സംസാരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് പേഴ്സണലി ഇതൊരു വിഷയമല്ല, കാരണം ഞാനത് നേരിട്ടൊരു വ്യക്തിയാണ്. എന്നോട് മോശമായി പെരുമാറിയപ്പോൾ ഞാൻ ശരിക്കും നേരിട്ടു. അതെ, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഇരകളായി പോകുന്നുണ്ട് എന്നുള്ള ദുഃഖത്തിലാണ് ഞാൻ തുറന്നു പറയുന്നത്. ഇനി ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികൾ ധൈര്യമായി മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ ഷെയിം ചെയ്യും, അതാണ് പ്രശ്നം. സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇപ്പൊ എന്നോട് തന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, ചില ആരോപണങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ആ പറയുന്ന പെൺകുട്ടി നിങ്ങളാണെന്ന് ആളുകൾ ചിന്തിക്കില്ലേ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ അങ്ങനെ, അതായത് ഒരു സ്ത്രീ തുറന്നു പറയുമ്പോൾ അവൾക്ക് പലതും സംഭവിച്ചിട്ടുണ്ടാവും, അവളുടെ ചാരിത്രം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ രീതിയിൽ സമൂഹം അതിനെ പറയും. അതും സ്ത്രീകൾ ഭയക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് തുറന്നു പറയാൻ വലിയൊരു ഭയം ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്. അപ്പൊ ഒരു ഷെയിം, സ്ത്രീക്ക് നേരെ ഒരു ഷെയിം വരുവാണ്. അതേസമയം ഇത് ചെയ്യുന്ന പുരുഷന് മിടുക്കൻ, അവന്റെ മിടുക്ക്. എന്നോട് ഇതിൽ തന്നെ ഒരാൾ എൻ്റെ അടുത്ത്, ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് അവന്റെ മിടുക്കായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ എന്ന്. MLA-മാരുണ്ട്. അപ്പൊ അതിനകത്ത് ഇത്രയും വലിയ മിടുക്കുള്ള ഒരാള് MLA ആയിട്ട് തന്നെ തുടരുന്നു എന്ന് തന്നെ തോന്നുന്നുണ്ടോ? അല്ല, അത് തീരുമാനിക്കേണ്ടത് ആ പറയുന്ന പ്രസ്ഥാനമാണ്. അവർക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ, ഇനിയെങ്കിലും അതുണ്ടെങ്കിൽ. ഒരുപാട് സ്ത്രീകൾ പരാതിപ്പെട്ട് കഴിഞ്ഞു, ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നു. ഇപ്പോൾ ഞാൻ ഒരാൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ എൻ്റെ തന്നെ ലൈഫ് ഡേഞ്ചർ ആക്കിക്കൊണ്ട് പറയാണ്. ഇനിയെങ്കിലും ആ പ്രസ്ഥാനമാണ് ചിന്തിക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. മുതിർന്ന നേതാക്കന്മാർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള യുവ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ തയ്യാറാവണം.